നമസ്കാരം. 2 ദിവസം മുൻപ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ രാജ്യസഭയിൽ കേരളത്തിലെ വ്യവസായ തകർച്ചയെക്കുറിച്ചും നോക്കുകൂലിയെക്കുറിച്ചുമൊക്കെ നിശിതമായി വിമർശിച്ചിരുന്നു. അതാണ് ഇപ്പോൾ ഇവിടെ ഒരു ചർച്ചാ വിഷയം. കേരളത്തിൽ നോക്കുകൂലി ഇല്ല എന്നൊക്കെയാണ് ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് നേതാക്കളും CPM-കാരും ഒക്കെ പറയുന്നത്. ഏറ്റവും ചെറിയൊരു ഉദാഹരണം പറയാം. ഒരു 2 വർഷം മുൻപ് കണ്ണൂർ ജില്ലയിൽ ശ്രീ പോർക്കലി സ്റ്റീൽസ് എന്നൊരു സ്ഥാപനം ഒരു പ്രവാസി ആരംഭിക്കുന്നു. ഈ സ്ഥാപനം തുറന്നത് CITU ഉൾപ്പെടെയുള്ള ചില തൊഴിലാളി സംഘടനകൾ, പ്രധാനമായും CITU ആണ്. അവരുടെ അടുത്തു ചെന്നതിന് ശേഷം അവിടുത്തെ കയറ്റിറക്ക് നടത്താനുള്ള അവകാശം തങ്ങൾക്ക് തരണമെന്ന് ആവശ്യപ്പെടുന്നു. CITU തൊഴിലാളികൾക്ക് കയറ്റിറക്ക് തൊഴിൽ നൽകാൻ വിസമ്മതിച്ചതോടെ, ഉടമകൾ വിസമ്മതിച്ചതോടെ അവരുടെ തനി സ്വരൂപം പുറത്തു വന്നു. അവിടെ സാധനങ്ങൾ വാങ്ങാൻ വരുന്നവരെ വഴിയിൽ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തി മടക്കി അയച്ചു. ഒടുവിൽ ഗത്യന്തരമില്ലാതെ ഈ സ്ഥാപനത്തിന്റെ ഉടമകൾ ഹൈക്കോടതിയെ സമീപിച്ച് അനുകൂല ഉത്തരവുമായി വരുന്നു. പക്ഷെ എന്നിട്ട് പോലും ആ ഉത്തരവ് അനുസരിക്കാൻ CITU-കാർ തയ്യാറായില്ല. ഒടുവിൽ അവരുടെ കടയിൽ അതിക്രമിച്ചു കയറി ഈ കടയുടെ ഉടമയുടെ സഹോദരനെ അതിക്രൂരമായി തല്ലിച്ചതച്ചു. ആ ദൃശ്യങ്ങളൊക്കെ വാർത്താ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നതാണ്. ഒടുവിൽ അവർ ആ സ്ഥാപനം പൂട്ടിക്കെട്ടി കർണാടക അതിർത്തിയിൽ പോയി ഏതോ ഒരു സ്ഥലത്ത് പോയിട്ട് ആ സ്ഥാപനം തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. ഇപ്പോൾ അവർക്ക് യാതൊരു കുഴപ്പവുമില്ല. കാരണം അവിടെ ഈ CITU എന്ന് പറയുന്ന ഒരു സംവിധാനം ഇല്ല. അപ്പോൾ നിർമ്മല സീതാരാമൻ പറഞ്ഞത് പൂർണ്ണമായും ശരിയാണ്. കാരണം ഈ നോക്കുകൂലി കാരണം എത്രയോ പേർ മർദ്ദനത്തിനിരയായിട്ടുണ്ട്, എത്രയോ പേർ ജീവനൊടുക്കേണ്ടി വന്നിട്ടുണ്ട്, എത്രയോ വ്യവസായ സ്ഥാപനങ്ങൾ തകർന്നു പോയിട്ടുണ്ട്. ഇതൊക്കെ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. എന്നിട്ടും ഉളിപ്പില്ലാതെ വീണ്ടും പറയുകയാണ് കേരളത്തിൽ നോക്കുകൂലി ഇല്ല എന്ന്. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി, അദ്ദേഹം CITU-വിന്റെ ഒക്കെ വലിയ നേതാവായിരുന്നു ഒരു കാലത്ത്. തിരുവനന്തപുരത്തെ തന്നെ കിടുകിട വിറപ്പിച്ച ഒരു തൊഴിലാളി നേതാവായിരുന്നു ഈ പറയുന്ന വി ശിവൻകുട്ടി. അദ്ദേഹവും ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. രാജ്യസഭയിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ നടത്തിയത് കേരളത്തെക്കുറിച്ച് തെറ്റിദ്ധാരണ പരത്തുന്ന പ്രസ്താവനയാണെന്നാണ് ഇപ്പോൾ ശിവൻകുട്ടി പറയുന്നത്. ഒറ്റപ്പെട്ട സംഭവങ്ങൾ പർവ്വതീകരിച്ച് കേരളത്തെ അപമാനിക്കാനാണ് ധനമന്ത്രി ശ്രമിച്ചത്. കേരളത്തിൽ നോക്കുകൂലി നിരോധിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായപ്പോൾ കർശനമായ നടപടി തൊഴിൽ വകുപ്പ് സ്വീകരിക്കുകയും ചെയ്തു. അവകാശങ്ങളെ പോലെ കടമകളെക്കുറിച്ചും ബോധവാന്മാരാണ് കേരളത്തിലെ തൊഴിലാളികൾ. തൊഴിലാളി സംഘടനകൾ പൊതുവെ നോക്കുകൂലി അടക്കമുള്ള പിന്തിരിപ്പൻ രീതികളെ തള്ളിക്കളയുന്നു. എന്നിട്ടും തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിൽ കേന്ദ്രമന്ത്രി സംസാരിച്ചത് നിഷ്കളങ്കമല്ല. അത് കമ്മ്യൂണിസ്റ്റ് വിരോധം നിറഞ്ഞതും കേരള വിരുദ്ധവുമാണ്. കേരളത്തിലെ തൊഴിലന്തരീക്ഷം നേരിട്ട് മനസ്സിലാക്കാൻ ധനമന്ത്രിയെ ക്ഷണിക്കുന്നു. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളെക്കാൾ മികച്ച തൊഴിലന്തരീക്ഷമാണ് കേരളത്തിൽ. രാജ്യത്ത് ആദ്യമായി തൊഴിൽ നയം നടപ്പിലാക്കിയ കേരളം തൊഴിലാളി ക്ഷേമ പദ്ധതികളിലും രാജ്യത്തിന് വഴികാട്ടിയാണെന്നുമൊക്കെയാണ് ഈ പറയുന്ന ശിവൻകുട്ടി പറയുന്നത്. എന്നാൽ ഈ ശിവൻകുട്ടി തന്നെ പല തൊഴിലാളി സമരങ്ങളും നയിച്ച് എത്രയോ സ്ഥാപനങ്ങളെ പൂട്ടിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം പലപ്പോഴും വെല്ലുവിളിയുടെ സ്വരത്തിലൊക്കെ സംസാരിക്കുന്നതൊക്കെ നമ്മൾ ഇപ്പോഴും യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ നമുക്കത് കിട്ടും. തന്റെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ മോശമായത് കൊണ്ടാണ് ശിവൻകുട്ടി ഒരു അല്പം മയപ്പെട്ടത്. മുമ്പ് അദ്ദേഹം ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. രാജ്യത്ത് നോക്കുകൂലി നിരോധിച്ച സംസ്ഥാനമാണ് കേരളം എന്നാണ് ഇപ്പോഴും കമ്മികൾ പറയുന്നത്. അപ്പോൾ മുമ്പ് ഈ പറയുന്ന നോക്കുകൂലി ഇവിടെ നിലനിന്നിരുന്നു എന്ന് അവർ തന്നെ പറയുകയാണ്. എന്തായാലും രാജ്യത്ത് നോക്കുകൂലി മറ്റൊരു സംസ്ഥാനത്തിന് നിരോധിക്കേണ്ടി വന്നിട്ടില്ല. കാരണം അവിടെയൊന്നും ഇടതുപക്ഷം ഇല്ല. എന്തായാലും കേരളത്തിൽ മാത്രമേ ഉള്ളൂ. കേരളത്തിലെ നോക്കുകൂലിയും അതിന്റെ ഭീകരതയും ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്. എന്നിട്ട് പോലും ഇത്തരം ഈ പച്ചക്കള്ളങ്ങൾ ഇപ്പോഴും പടച്ചുവിടുമ്പോൾ ഇവർക്കൊക്കെ ഒരു അല്പം പോലും ആത്മാഭിമാനം ഇല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.